ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചുമണീസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പരിപ്പ് കറിയും ഉണക്കമീനും കൂടി ആയാലോ. പരിപ്പ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ പൊടി, വെളിച്ചെണ്ണ, സബോള ഇത്രയും കാര്യങ്ങളിട്ട് നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം. ഒരു 3 വിസിലടിച്ചാൽ മതി. പരിപ്പ് വെന്ത് കിട്ടും. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ച് അത് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്തു തരണം കേട്ടോ. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഈ പരിപ്പ് കുത്തിക്കാച്ചത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. കാരണം ഒരു കറി നമുക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന ഒരു കറിയാണ്. നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ പരിപ്പ് കുത്തിക്കാച്ചതെന്ന് പറഞ്ഞു. എളുപ്പമാണത്. നമുക്ക് നമ്മുടെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും. എളുപ്പമാണത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വെച്ച അരിയിലേക്ക് പോവുക. അപ്പോൾ ഞാൻ വേഗം ഒരു അടച്ച് വെച്ച് മൂടി കൊടുത്തു. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും അടപ്പ് മാറ്റി നമ്മൾ അതിലേക്ക് സബോള ഇട്ട് കൊടുക്കുകയാണ്. സബോള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ വെളുത്തുള്ളി, അതിന് ശേഷം അതൊന്ന് മൂത്ത് വരട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി, ഒരു 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂൺ കഷ്ടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ശരിക്കും അതിന് വറ്റൽമുളകാണ് ഏറ്റവും നല്ലത്. ഇപ്പം എൻ്റെ ഇവിടെ വീട്ടിൽ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടുവെന്നേ ഉള്ളൂ. മൂത്തതിന് ശേഷം ഞാൻ കുക്കറിലേക്ക് പകർത്തുകയാണ് ചെയ്തത്. വലിയ പാത്രത്തിലായിരുന്നെങ്കിൽ നമുക്ക് ഇതിലോട്ട് കറി ഒഴിച്ചാൽ മതിയായിരുന്നു. പരിപ്പിലോട്ട് ഞാനിത് കോരി ഇടുകയാണ് ചെയ്തത്. കുക്കറിലേക്ക് എടുത്ത് ഇടുകയാണ് ചെയ്തത്. അതിനുശേഷം അതിനാവശ്യത്തിന് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം തിളയ്ക്കട്ടെ. തിളച്ച് കറി റെഡിയാക്കി എടുക്കാം. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഉണക്കമീൻ വറുത്തതും കൂടി ആകാം എന്ന് വിചാരിച്ചു. ഉണക്കമീനും വറുക്കാൻ റെഡി ആയിട്ടിരിക്കണം.